നമസ്കാരം. 10th പ്രിലിംസ് എക്സാം സിലബസ് പ്രകാരമുള്ള ഓഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സാമിൻ്റെ ഒരു പ്രധാന ടോപ്പിക്കായ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമാണ്. ഇതിനായി SSCRT പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവി. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. പഞ്ചസാരയുടെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയുടെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. മൂലകങ്ങളുടെ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെഴ്സീലിയസ് ആണ്. മൂലകങ്ങളുടെ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെഴ്സീലിയസ് ആണ്. സെലീനിയം, തോറിയം, സിറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ബെഴ്സീലിയസ് ആണ്. സെലീനിയം, തോറിയം, സിറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ബെഴ്സീലിയസ് ആണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏകാറ്റോമിക തന്മാത്രകൾ. ഉദാഹരണം ഹീലിയം, ആർഗൺ. രണ്ടാറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ. ഉദാഹരണം ഹൈഡ്രജൻ. രണ്ടിലധികം ആറ്റങ്ങളടങ്ങിയ മൂലക തന്മാത്രകളാണ് ബഹു അറ്റോമിക തന്മാത്രകൾ. ഉദാഹരണം സൾഫർ. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റം എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിച്ച ഭാരതീയനാണ് കണാദൻ. പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിച്ച ഭാരതീയനാണ് കണാദൻ. പദാർത്ഥത്തിലെ ചെറുകണികകളെക്കുറിച്ച് പ്രവചിച്ച ഗ്രീക്ക് ചിന്തകനാണ് ഡെമോക്രാറ്റസ്. പദാർത്ഥങ്ങളിലെ ചെറുകണികകളെക്കുറിച്ച് പ്രവചിച്ച ഗ്രീക്ക് ചിന്തകനാണ് ഡെമോക്രാറ്റസ്. ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ ലഭിക്കുന്ന സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ ലഭിക്കുന്ന സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രമാണ് HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രമാണ് HCl. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളാണ് അഭികാരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിട്ടുള്ള രാസസമവാക്യങ്ങളാണ് സമീകൃത രാസസമവാക്യങ്ങൾ. അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിട്ടുള്ള രാസസമവാക്യങ്ങളാണ് സമീകൃത രാസസമവാക്യങ്ങൾ. അടുത്തതായി 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്ര. ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മങ്ങളായ കണങ്ങളാണ് ആറ്റം. ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മങ്ങളായ കണങ്ങളാണ് ആറ്റം. 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗമാണ് ഡാൾട്ടനിസം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗമാണ് ഡാൾട്ടനിസം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രോഗമാണ് ഡാൾട്ടനിസം. ഈ രോഗത്തിന് ഡാൾട്ടനിസം എന്ന പേര് വരാൻ നിദാനമായ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. വൈദ്യുതി ഉപയോഗിച്ച് പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ സംയുക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി.
പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. 2 തരം വൈദ്യുത ചാർജുകളാണ് ഉള്ളതെന്നും, അതായത് പോസിറ്റീവ്, നെഗറ്റീവ്. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. വൈദ്യുതിയുടെ പിതാവ് മൈക്കിൾ ഫാരഡേ. വൈദ്യുതിയുടെ പിതാവ് മൈക്കിൾ ഫാരഡേ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ. വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം. 1857 ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗീസ്ലർ. വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് സഹായകരമായ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് സഹായകരമായ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. കാഥോഡ് റേ ട്യൂബുകൾക്ക് ഉദാഹരണമാണ് എക്സ്റേ ട്യൂബ്, ടിവിയുടെ പിക്ചർ ട്യൂബ്. കാഥോഡ് റേ ട്യൂബുകൾക്ക് ഉദാഹരണമാണ് എക്സ്റേ ട്യൂബ്, ടിവിയുടെ പിക്ചർ ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ വാതകങ്ങളുടെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് 1886 ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് വാതകങ്ങളുടെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് 1886 ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് വാതകങ്ങളുടെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജൻ. വില്യം റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത് 1895 നവംബർ 8-നാണ്. വില്യം റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത് 1895 നവംബർ 8-നാണ്. എക്സ്റേക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ വില്യം റോൺജനാണ്. എക്സ്റേക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ വില്യം റോൺജനാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. 1897 ആറ്റത്തെ വിഭജിച്ച് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. 1897 ആറ്റത്തെ വിഭജിച്ച് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഉണ്ടാകാം എന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഉണ്ടാകാം എന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രമായി ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രമായി ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾക്ക് പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾക്ക് പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോണുകൾ. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. 1932 ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. 1932 ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ബോർ ആറ്റം മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ബോർ ആറ്റം മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ബോർ മാതൃകയനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു. ബോർ മാതൃകയനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു. ബോർ ആറ്റം മാതൃകയനുസരിച്ച് ഊർജ്ജ നിലയങ്ങൾ എന്നറിയപ്പെടുന്നത് ഷെല്ലാണ്. ബോർ ആറ്റം മാതൃകയനുസരിച്ച് ഊർജ്ജ നിലയങ്ങൾ എന്നറിയപ്പെടുന്നത് ഷെല്ലാണ്. ബോർ ആറ്റം മാതൃകയനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നു. ബോർ ആറ്റം മാതൃകയനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നു. ആറ്റത്തിലെ ഷെല്ലുകൾക്ക് 1, 2, 3, 4 എന്ന് നമ്പർ നൽകുകയോ KLMN എന്ന് പേര് നൽകിയോ സൂചിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ.
ആറ്റങ്ങൾ പരസ്പരം ഉരസുമ്പോഴും മറ്റു ആറ്റങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റങ്ങൾ പരസ്പരം ഉരസുമ്പോഴും മറ്റു ആറ്റങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റം എന്താണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. ഒരാറ്റം എന്താണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അറ്റോമിക നമ്പർ എന്നാൽ ഒരാറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ ആകെ എണ്ണമാണ്. അറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം ഇസഡ്. അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഇസഡ്. മാസ് നമ്പറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എ. മാസ് നമ്പറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എ. മാസ് നമ്പർ എന്നാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. ഒരാറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മകണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ന്യൂട്രിനോ, മീസോണുകൾ, പോസിട്രോൺ, ആൻറ്റി ന്യൂട്രിനോ എന്നിവ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. Be എന്ന പ്രതീകം കൊണ്ട് സൂചിപ്പിക്കുന്ന മൂലകമാണ് ബെറിലിയം. Be എന്ന പ്രതീകം കൊണ്ട് സൂചിപ്പിക്കുന്ന മൂലകമാണ് ബെറിലിയം. ഏതൊരു ഷെല്ലിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. n എന്നത് ഷെല്ലിൻ്റെ സംഖ്യ. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിലെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഫോസിലുകളുടെയും ചരിത്രാതീതകാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. ഫോസിലുകളുടെയും ചരിത്രാതീതകാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് കൊബാൾട്ട് 16 അയഡിൻ 131. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് കൊബാൾട്ട് 16 അയഡിൻ 131. സസ്യങ്ങളിലെ പദാർത്ഥവിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥവിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ഐസോബാർ എന്നാൽ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ്. ഐസോബാർ എന്നാൽ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ്. ഐസോടോണുകൾ എന്നാൽ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ്. ഐസോടോണുകൾ എന്നാൽ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ്. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പ്രാധാന്യം നൽകപ്പെട്ട സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പ്രാധാന്യം നൽകപ്പെട്ട സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത് എത്ര മൗലിക കണങ്ങൾ ചേർന്നാണ്? 17. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത് 17 മൗലിക കണങ്ങൾ ചേർന്നാണ്. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ വർഷം 2012 ജൂലൈ 4. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ വർഷം 2012 ജൂലൈ 4. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ CERN ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജനീവ. അടുത്തതായി 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ രാസബന്ധനം. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത് 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത് 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ 8 ആണ്. ഉത്കൃഷ്ടവാതകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണമാണ്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണമാണ്. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് രാസബന്ധനം. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് രാസബന്ധനം.
മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളുടെ കുത്തുകൾ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഒരാറ്റം രാസബന്ധനത്തിലേർപ്പെട്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഒരാറ്റം രാസബന്ധനത്തിലേർപ്പെട്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ആറ്റങ്ങൾക്ക് ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ അവ അയോണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആറ്റങ്ങൾക്ക് ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ അവ അയോണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പോസിറ്റീവ് ചാർജുള്ള അയോണുകളാണ് കാറ്റയോണുകൾ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പോസിറ്റീവ് ചാർജുള്ള അയോണുകളാണ് കാറ്റയോണുകൾ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണുകളാണ് ആനയോണുകൾ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണുകളാണ് ആനയോണുകൾ. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. അയോണിക സംയുക്തങ്ങൾ എന്നാൽ അയോണിക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങളാണ്. അയോണിക സംയുക്തങ്ങൾ എന്നാൽ അയോണിക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങളാണ്. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജന ബന്ധനം. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജന ബന്ധനം. ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജന ബന്ധനമാണ് ഏകബന്ധനം. 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന സഹസംയോജന ബന്ധനമാണ് ദ്വിബന്ധനം. 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചുണ്ടാകുന്ന ബന്ധനമാണ് ത്രിബന്ധനം. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിൻ്റെ കഴിവിനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നു. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിൻ്റെ കഴിവിനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നു. ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിംഗ്. ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിംഗ്. അമേരിക്കക്കാരനാണ്. ലിനസ് പോളിംഗ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ഏതെല്ലാം സംഖ്യകൾക്കിടയിലുള്ള വിലകളെയാണ് മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയായി നൽകിയത്? 0 മുതൽ 4 വരെ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലോറിൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലോറിൻ. ദ്വയാറ്റോമിക മൂലക തന്മാത്രകളിലെ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുല്യമായതിനാൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായി ആകർഷിക്കുന്ന ആറ്റങ്ങളുടെ സ്വഭാവമാണ് പോളാർ സ്വഭാവം. ദ്വയാറ്റോമിക മൂലതന്മാത്രകളിലെ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തുല്യമായതിനാൽ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായി ആകർഷിക്കുന്നു. ആറ്റങ്ങളുടെ ഈ സ്വഭാവമാണ് പോളാർ സ്വഭാവം. ഭാഗികമായി വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളാണ് പോളാർ സംയുക്തങ്ങൾ. ഭാഗികമായി വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളാണ് പോളാർ സംയുക്തങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് സംയോജകത. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് സംയോജകത. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്താണ് രാസസൂത്രം. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്താണ് രാസസൂത്രം. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവമായിരിക്കും. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവമായിരിക്കും. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ അവയ്ക്ക് സഹസംയോജക സ്വഭാവമായിരിക്കും. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ അവയ്ക്ക് സഹസംയോജക സ്വഭാവമായിരിക്കും. അടുത്തതായി 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് മാസ് സംരക്ഷണ നിയമം. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് മാസ് സംരക്ഷണ നിയമം. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതാദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ.
ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതാദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എന്നിവയിൽ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലവോസിയ. ഒരു കഷ്ണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടി മഗ്നീഷ്യം ഓക്സൈഡാണ്. ഒരു കഷ്ണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോഴുണ്ടാകുന്ന വെളുത്ത പൊടി മഗ്നീഷ്യം ഓക്സൈഡാണ്. ഒരു രാസസമവാക്യത്തിലെ അഭികാരഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്നഭാഗത്തെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമായി എഴുതുന്നതാണ് രാസസമീകരണം. ഒരു രാസസമവാക്യത്തിലെ അഭികാരഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്നഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമായി എഴുതുന്നതാണ് രാസസമീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടമാകുന്ന ആറ്റങ്ങളാണ് നിരോക്സികാരി. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടമാകുന്ന ആറ്റമാണ് നിരോക്സികാരി. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റമാണ് ഓക്സികാരി. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റമാണ് ഓക്സികാരി. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജാണ് ആ ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജാണ് ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഓക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഓക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നിരോക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നിരോക്സീകരണം. ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം നടക്കുന്നതാണ് റിഡോക്സ് പ്രവർത്തനം. ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം നടക്കുന്നതാണ് റിഡോക്സ് പ്രവർത്തനം. ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടണമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടണമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്കുണ്ടായിരിക്കേണ്ട നിശ്ചിത അളവ് ഗതികോർജ്ജമാണ് ത്രെഷോൾഡ് എനർജി. രാസപ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്കുണ്ടായിരിക്കേണ്ട നിശ്ചിത അളവ് ഗതികോർജ്ജമാണ് ത്രെഷോൾഡ് എനർജി. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഉൾപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൾപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഉൾപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൾപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഉൾപ്രേരകങ്ങളാണ് നെഗറ്റീവ് ഉൾപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഉൾപ്രേരകങ്ങളാണ് നെഗറ്റീവ് ഉൾപ്രേരകങ്ങൾ. സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിലെ പോസിറ്റീവ് ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡാണ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പോസിറ്റീവ് ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡാണ്. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് ഇരുമ്പ്. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് ഇരുമ്പ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈമാണ് അമിലേസ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈമാണ് അമിലേസ്. അമിലേസ് എന്ന രാസാഗ്നി കാണപ്പെടുന്നത് ഉമിനീരിലാണ്. അമിലേസ് എന്ന രാസാഗ്നി കാണപ്പെടുന്നത് ഉമിനീരിലാണ്. അടുത്തതായി 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വാതക നിയമവും മോൾ സങ്കല്പനവും. ലോക മോൾ ദിനം ഒക്ടോബർ 23. ലോക മോൾ ദിനം ഒക്ടോബർ 23. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് വ്യാപ്തം. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ബോയിൽ നിയമം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ബോയിൽ നിയമം. ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിൽ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ചാൾസ് നിയമം. ആവിഷ്കരിച്ചത് ജാക്കോസ് ചാൾസ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഈ നിയമമാണ് അവഗാഡ്രോ നിയമം.
താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഈ നിയമമാണ് അവഗാഡ്രോ നിയമം. ആവിഷ്കരിച്ചത് അമേഡിയോ അവഗാഡ്രോ. അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നത് 6.022 × 10⁻23. ഹൈഡ്രജൻ്റെ ശരാശരി അറ്റോമിക മാസ് 1.0079. ഹീലിയത്തിൻ്റെ ശരാശരി അറ്റോമിക മാസ് 4.0026. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ വിളിക്കുന്നതാണ് ഗ്രാം അറ്റോമിക മാസ്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ വിളിക്കുന്നതാണ് ഗ്രാം അറ്റോമിക മാസ്. ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്യുലാർ മാസിന് തുല്യമായ എത്രയും ഗ്രാം അളവാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിന് തുല്യമായ എത്രയും ഗ്രാം അളവാണ് ഗ്രാം മോളിക്കുലാർ മാസ്. മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ തുല്യ എണ്ണം തന്മാത്രകൾക്ക് തുല്യവ്യാപ്തമായിരിക്കും. ഇതിനെ മോളാർ വ്യാപ്തം എന്ന് വിളിക്കുന്നു. മർദ്ദവും താപവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ തുല്യ എണ്ണം തന്മാത്രകൾക്ക് തുല്യവ്യാപ്തമായിരിക്കും. ഇതിനെ മോളാർ വ്യാപ്തം എന്ന് വിളിക്കുന്നു. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകും. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകും. STPയുടെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ m³. ഒരു ബാർ എന്നത് 10⁵ പാസ്കലാണ്. ഒരു ബാർ എന്നത് 10⁵ പാസ്കലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ SSCRT പാഠഭാഗത്തു നിന്നും ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അതും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി.